ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് തങ്കയങ്കി ഘോഷയാത്ര കേട്ടോ. നമ്മുടെ ഉളിയക്കോൽ അമ്പലത്തിലെ ഉത്സവം തുടങ്ങി ഒന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും നേരത്തെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ട് ഞാനും നേരെ അങ്ങോട്ടേക്ക് റെഡിയായി പോയി. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉളിയക്കോൽ അമ്പലത്തിൽ വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഉത്സവത്തിനേക്കാളും കൂടുതൽ സമയം നമ്മളിവിടെ നിൽക്കേണ്ടി വരും. നമ്മൾ ഉത്സവമാണെങ്കിൽ അമ്പലമുറ്റത്ത് ചെന്നാലേ എല്ലാം ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഈ തിരുവാഭരണത്തിന് എല്ലാം ഒരുമിച്ചായിരിക്കും വരിക. ബാക്കി നമ്മൾ ഉത്സവത്തിനൊന്നും നമ്മുടെ അവിടെ വഴിയെ കൂടി പോകുമ്പോഴൊക്കെ ഓരോ ചേരിക്കാരുടെ വെച്ചിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ 4 ചേരിയായിട്ടാണ്. ഇത് തെക്കേ ചേരി, വടക്കേ ചേരി, നടുവിലെ ചേരി, കന്നിവേൽ ചേരി, ഇങ്ങനെ 4 ചേരിയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചേരിക്കാരുടെയും ഓരോ സൈഡിൽ കൂടി അമ്പലത്തിലേക്ക് എത്തിച്ചേരുവാണ് ഉത്സവത്തിനന്ന് ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ നമുക്കിവിടെ മാമിടി വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ, ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ചേരിയിലും ഒരുമിച്ചാണ് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വരുന്നത്. അപ്പോൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇവിടുത്തെ വിളക്കിന് പോയാലുണ്ടല്ലോ, നമ്മൾ ഒരുപാട് നേരം നിൽക്കണം, അത്രയ്ക്ക് കാണാനുണ്ടാവും. അത്രയും നേരം നിന്നിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പം നമുക്ക് തിരക്കും ഒക്കെ തിരക്കൊക്കെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാനൊക്കെ പറ്റി. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വലുതായതിന് ശേഷമുള്ള ഒരു ഉത്സവം കാണലാണിത്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ തിരക്ക്, എല്ലാവരും വന്ന് നിൽക്കുക. കാരണം ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോഴും ഇവർ തിരക്ക് കളിക്കുമല്ലോ, അത് കാണാൻ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇതേപോലെ ഓരോ ഫ്ലോട്ടുകളായിട്ട് വന്നു തുടങ്ങി. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കൊട്ടും ബഹളവും ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ അതിശയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിൽ പറയണ്ട, അവൻ ഫുൾ ചിൽ മൂഡായിരുന്നു. അവനായിരുന്നു നല്ല എനർജറ്റിക്കായിട്ട് നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നത്. ഉണ്ണിക്കൊച്ചൻ പോയി പിടിക്കും, അവൻ വീണ്ടും പോവും. അവനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടനും അവൻ്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാൻ. അതിൻ്റെ ആ ഒരു കൊക്ക് ഇങ്ങനെ അനക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. കണ്ടോ, കൊക്ക് ഇങ്ങനെ അനക്കിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ഐതിഹ്യമാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പക്ഷേ എന്താണെന്ന് പറയുക, നമുക്കെല്ലാം ഭയങ്കര തിരക്കായിരുന്നു ജംഗ്ഷനിലെ. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു തിരക്കിനിടയ്ക്ക്. പിന്നെ ഇത് ഫ്ലോട്ടായിരുന്നു. ഇതിൽ 2 പേര്, ഒരു പെൺകുട്ടിയും ഒരു ചെക്കനും കൂടി നിന്നിട്ട് അവർ ഡാൻസ് കളിക്കുന്ന ഒരു ഫ്ലോട്ടാണ്. പിന്നെ അല്ലാതെ ഒരുപാട് ഫ്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എണ്ണയാലും തീരത്തത്ര ഫ്ലോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും നിന്ന് കാല് കഴിച്ച് കസാരയിട്ട് ഇരിക്കാൻ തുടങ്ങി. എല്ലാവരുമായിട്ട് ഇരുന്ന് അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഉത്സവം കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പിന്നെ ഇതുണ്ട്, ഇതിപ്പോൾ എല്ലാ ഉത്സവത്തിനും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ഞാൻ ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ട് ഒരുപാട് നാളായി കേട്ടോ. അങ്ങനെ ഞാൻ ആമിക്കുട്ടനെയും ജാനിക്കുട്ടനെയും എടുത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിള്ളേരെല്ലാവരും പോയി കളിക്കും. ലച്ചു ആണെങ്കിൽ ഭയങ്കര ഹാപ്പി, അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അവൾ അതിൻ്റെ കൂടെ പോയി നിന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു ആന ഉണ്ടോ, ഇത് നല്ലതായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫുൾ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതും ഉത്സവത്തിനൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. പണ്ടൊക്കെ പൂക്കാവടിയായിരുന്നു. ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഓരോരോ ഐറ്റംസൊക്കെ ആയിട്ടുണ്ട്. കുട്ടൂസനും ഡാങ്കിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പം ഇത് പിന്നെ ഒരു വിഷമം വരെ വെച്ചാൽ ഓരോ ആൾക്കാർ ഇതിങ്ങനെ തലയിൽ ചുമന്നിട്ടാണ് ഇങ്ങനെ ഒന്ന് കളിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം വരാറുണ്ട്. എത്ര നേരം കേട്ടോ. ഇത് ഇവിടുത്തെ തിരുവാഭരണം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആനന്ദവല്ലീശ്വര അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. കൊല്ലം ആനന്ദവല്ലീശ്വര അമ്പലത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ നടന്നിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. പിന്നെ കണ്ടോ, ഇവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് കേട്ടോ. ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പേടിയില്ല, ഒന്നുമില്ല, ഫുൾ ഡാൻസ് ആയിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ആരൊക്കെ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത്. ആൺകുട്ടിയുടെ അതേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസായിരുന്നു. ആദ്യക്കുട്ടൻ വരുമ്പോൾ അവളും ഡാൻസ് കളിക്കും. പിന്നെ വിളക്ക് വന്നു തുടങ്ങി. വിളക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വിളക്കുണ്ടായിരുന്നു. ഞാനൊക്കെ കല്യാണത്തിന് മുമ്പ് വിളക്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി കുഞ്ഞുങ്ങളെയും കൊണ്ടൊരു വട്ടം പോകണം. പിന്നെ നമ്മൾ കാത്തിരുന്ന തിരുവാഭരണം എത്തിക്കഴിഞ്ഞു. ഒരാന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം. സാധാരണ 3-4 ഒക്കെ ആനയുള്ളതാണ്. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇതോടുകൂടി തീർന്നു. ഇനി നേരെ അമ്പലത്തിൽ പോയിട്ട് ദീപാരാധന ആയിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.